ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 10th ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോപ്പ്, വാരിയബിൾസിൻ്റെയും ഫങ്ഷൻസിൻ്റെയൊക്കെ സ്കോപ്പിനെ പറ്റിയിട്ടും അതുപോലെ റിക്കേഴ്സീവ് ഫങ്ഷൻസിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ടു സ്വാപ്പ് ദ വാല്യൂ ഓഫ് 2 വാരിയബിൾസ്. അതായത് 2 വാരിയബിൾസ് ഉണ്ട്, ആ 2 വാരിയബിൾസിലും 2 വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ എയും ബിയും 2 വാരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ എയിലും ബിയിലും ഓരോ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എയുടെ വാല്യൂ ബിയിലേക്ക് മാറ്റുക, ബിയുടെ വാല്യൂ എയിലേക്ക് മാറ്റാം. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ = 10, എയിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണുള്ളത്, ബിയിൽ 20 ആണുള്ളത്. അപ്പോൾ എയിൽ 10ഉം ബിയിൽ 20 ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? എ എന്നുള്ളത് 20ഉം ബി എന്നുള്ളത് 10ഉം ആക്കി മാറ്റണം. അതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹെഡേഴ്സ് എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിംസ്പേസ് std. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ വോയിഡ് സ്വാപ്പ് ഓഫ് ഇൻറ്റ് &x ഇൻറ്റ് &y റെഫറൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് വാരിയബിൾസിനെ. അപ്പോൾ നമുക്ക് സ്വാപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ മുകളിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷനിലേക്ക് വരാം. ഇൻറ്റ് മെയിനിൽ എന്താ ചെയ്തിട്ടുള്ളത്? 2 വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് m, n. എമ്മും എന്നും 2 വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തു. m = 10 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്, n = 20 എന്നും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമ്മിൽ 10ഉം എന്നിൽ 20 നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യുക. സി ഔട്ട് ബിഫോർ സ്വാപ്പിംഗ് m = m ആൻഡ് n = n. അതായത് സ്വാപ്പ് ചെയ്യുന്നതിൽ മുൻപ് ഈ എമ്മിൻ്റെയോ എന്നിൻ്റെയോ വാല്യൂ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ m = 10 എന്നും n = അതായത് ബിഫോർ സ്വാപ്പിംഗ് m = 10 എന്നും n = 20 എന്നും കാണിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്വാപ്പ് ഓഫ് m, n ഫംഗ്ഷനെ വിളിച്ചു. സ്വാപ്പ് ഓഫ് m, n എന്ന് പറഞ്ഞ് സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ എമ്മിനെയും എന്നിനെയും പാസ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ പാസ് ചെയ്തപ്പോൾ നേരെ മുകളിൽ എഴുതിയിട്ടുള്ള വോയിഡ് സ്വാപ്പിലേക്ക് പോയി എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ അവിടെ എക്സും വൈയും വാങ്ങി. അപ്പോൾ എക്സ് 10 ആയി, വൈ 20 ആയി. ഇനി സ്വാപ്പിൻ്റെ ഉള്ളിൽ, സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻ്റെ t = x എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് t = x എന്ന് എഴുതിയിട്ടുണ്ട്, x = y എന്ന് എഴുതിയിട്ടുണ്ട്, y = t എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ? നമുക്കിപ്പോൾ എക്സിലും വൈയിലും ഇപ്പം എന്തുള്ളത്? എക്സിൽ 10 ഉണ്ട്, വൈയിൽ 20 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ വേണമെങ്കിൽ x = 20, y = 10 എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെ എഴുതിയാൽ നമുക്ക് എററാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ t എന്ന് പറയുന്നൊരു ടെമ്പററി വാരിയബിൾ അതിലേക്ക് എക്സിനെ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ടിയിലേക്ക് മാറി. അപ്പോൾ എക്സിലൊന്നുമില്ല. എന്നിട്ട് വൈയുടെ വാല്യൂവിനെ എക്സിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ വൈയിലൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ടിയിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വാല്യൂവിനെ വൈയിലേക്ക് എടുത്ത് വയ്ക്കുക. ഒരു ട്രയാങ്കിൾ മോഡൽ നമ്മൾ സ്വാപ്പിംഗ് നടത്തി. ഇങ്ങനെയാണ് സ്വാപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഒരു വാരിയബിളിലേക്ക് ആദ്യത്തെ വാരിയബിളിലുള്ള വാല്യൂവിനെ മാറ്റി, എന്നിട്ട് രണ്ടാമത്തെ വാരിയബിളിൻ്റെ വാല്യൂവിനെ ആദ്യത്തെ വാരിയബിളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച വാല്യൂവിനെ എടുത്തിട്ട് രണ്ടാമത്തെ വാരിയബിളിലേക്ക് എടുത്തു വെച്ചു. ഇങ്ങനെയാണ് സ്വാപ്പിങ്. എന്നിട്ട് നേരെ അവിടുത്തെ സ്വാപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. അവിടെ എക്സും വൈയും മാറിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് നേരെ റെഫറൻസ് ആയതുകൊണ്ട് അവിടെ അത് എക്സിനും വൈക്കും വന്ന മാറ്റം ഇവിടെ എമ്മിനും എന്നിനും വരും അല്ലേ. എന്നിട്ടത് നേരെ സ്വാപ്പ് എവിടെ നിന്നാണോ കോൾ ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചു വന്ന് ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് m = m, n = n പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വരിക? ആഫ്റ്റർ സ്വാപ്പിംഗ് m = 20, n = 10 അങ്ങനെ വരും. അത് കഴിഞ്ഞ് റിട്ടേൺ 0 പറയാം. ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ബിഫോർ സ്വാപ്പിംഗ് m = 10 ആൻഡ് n = 20. ആഫ്റ്റർ സ്വാപ്പിംഗ് m = 20 ആൻഡ് n = 10. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വാരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. അതായത് ഈ വാരിയബിൾസിൻ്റെ ആണെങ്കിലും ഫങ്ഷൻസിൻ്റെ ആണെങ്കിലും
സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ കോൺസെപ്റ്റ് ഓഫ് അവൈലബിലിറ്റി ഓർ ആക്സസിബിലിറ്റി ഓഫ് വാരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ഈസ് ടേംഡ് ആസ് ദെയർ സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം. അതായത് ഒരു വാരിയബിളിൻ്റെയോ ഒരു ഫങ്ഷൻ്റെയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആക്സസിബിലിറ്റി, അതിനെങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു, എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മളതിൻ്റെ സ്കോപ്പ് എന്ന് പറയുക. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു വാരിയബിൾ, അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഫംഗ്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി, അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി സ്കോപ്പിനെ നമ്മൾ രണ്ട് രീതിക്ക് പറയുന്നുണ്ട്. ഒന്ന് ലോക്കൽ സ്കോപ്പുണ്ട്, രണ്ട് ഗ്ലോബൽ സ്കോപ്പുണ്ട്. ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാണ് ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. അപ്പോൾ ഈ ലോക്കൽ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്കോപ്പ് എന്താണ് എന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലോക്കൽ സ്കോപ്പ് നോക്കാം. ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കുറേ വാരിയബിൾസും ഫങ്ഷൻസൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു വാരിയബിളിനെ എടുക്കാം. ഒരു വാരിയബിൾ ഒരു ഫങ്ഷൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സും വൈയും യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എമ്മും എന്നും ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സും വൈയും സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇരിക്കുന്നുണ്ട്. ആ എക്സിനെയും വൈനെയും നമുക്ക് മെയിനിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ മെയിനിലുള്ള എമ്മും എന്നും നമുക്ക് സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ എമ്മും എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എററാണ് വരിക. അതുപോലെ അവിടുത്തെ എക്സും വൈയും ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എററാണ് വരിക. അതിനെയാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആ വാരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ എക്സും വൈയും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എമ്മും എന്നും മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുക. ഒരു വാരിയബിളിൻ്റെ ആണെങ്കിലും ഫംഗ്ഷൻ്റെ ആണെങ്കിലും ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാരിയബിൾസിനെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നു. ഇനി എന്താണ് ഗ്ലോബൽ സ്കോപ്പ്? ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലും വരാത്ത രീതിക്കാണ് നമ്മളൊരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വാരിയബിളിനെ എവിടെ വേണമെങ്കിലും, ആ ഒരു പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലോ പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഫംഗ്ഷനെ ആ വാരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് യൂസ് സ്ട്രീം യൂസ് നെയിംസ്പേസ് std ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഫംഗ്ഷൻ തുടങ്ങണേ. ആ ഇൻറ്റ് മെയിനിന് മുകളിൽ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാരിയബിളിനെ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലോ നമ്മൾ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോ എവിടെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതാണ് ഗ്ലോബൽ സ്കോപ്പ്. അപ്പോൾ ഇതാണ് ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും എന്ന് പറയുന്നത്. ഇനി രണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് ലോക്കൽ സ്കോപ്പ്, എന്താണ് ഗ്ലോബൽ സ്കോപ്പ്, അത് വാരിയബിൾസിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഫംഗ്ഷൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ബോക്സ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വാരിയബിൾസിൻ്റെ കാര്യം എടുക്കാം. ഒരു വാരിയബിൾസിനെ അല്ലെങ്കിൽ ഒരു വാരിയബിൾസിൻ്റെ സ്കോപ്പിനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു വാരിയബിളിൻ്റെ ലോക്കൽ സ്കോപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും? ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്ലോക്കായിട്ടോ മാത്രമേ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ഉപയോഗിക്കാനും അതിൻ്റെ ഉള്ളിൽ തന്നെ പറ്റുള്ളൂ. അതുപോലെ അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. ആ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വാരിയബിളിനെ എങ്ങനെ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ആ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ആ ബ്ലോക്കിലോ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലോക്കൽ സ്കോപ്പ്. ഇനി എന്താ പറയുന്നത്? മെമ്മറീസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്ടിവേറ്റ് ആൻഡ് ഫ്രീഡ് വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ദി ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാരിയബിളിനെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് എപ്പോഴാണ് മെമ്മറി കിട്ടുക? ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ള വാരിയബിൾസിന് മെമ്മറി കിട്ടും. എപ്പോഴാണോ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നത് അപ്പോൾ അതിൻ്റെ മെമ്മറി അവിടെ ഫ്രീ അപ്പായി വിടും. ഇങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഇനി വാരിയബിൾസിൻ്റെ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലും പെടാതെ പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നു. അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻസ് ഓഫ് ദി പ്രോഗ്രാം. എവിടെയൊക്കെ അവൈലബിൾ ആണ് അവിടെയുള്ള എല്ലാ ഫംഗ്ഷനുകളിലും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കുകളിലും ആ ഒരു വാരിയബിൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ മെമ്മറീസ് അലോക്കേറ്റഡ് ബിഫോർ
ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആൻഡ് ഫ്രീഡ് വെൻ ദ പ്രോഗ്രാം സ്റ്റോപ്സ് എക്സിക്യൂഷൻ. എപ്പോഴാണോ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു ഗ്ലോബൽ വേരിയബിളിന് മെമ്മറി കിട്ടും. എപ്പോഴാണോ ആ എൻറ്റയർ പ്രോഗ്രാം കഴിയുന്നത് അപ്പോൾ മാത്രമേ അതിൻ്റെ മെമ്മറി അവിടെ ഫ്രീ അപ്പായി വിടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു വേരിയബിളിൻ്റെ ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും എന്താണെന്ന് നോക്കാം. വേരിയബിൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ അതിൻ്റെ ലോക്കൽ സ്കോപ്പ് ആണെങ്കിലും ഗ്ലോബൽ സ്കോപ്പ് ആണെങ്കിലും ആ ഒരു ഫംഗ്ഷൻ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലോ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ അത് ലോക്കൽ സ്കോപ്പും, ഒരു ഫംഗ്ഷനിലും പെടാതെ നമ്മളൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ സ്കോപ്പും ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ. അപ്പോൾ നമുക്ക് ലോക്കൽ എന്താണെന്ന് നോക്കാം. ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഡിഫൈൻഡ് ആഫ്റ്റർ ദ കോളിംഗ് ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷൻ ഒരു വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലോ ആണെങ്കിൽ അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് ആ ഫംഗ്ഷൻ്റെ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ദി ബ്ലോക്ക്. അതിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിലോ മാത്രമായിരിക്കും. ഇനി ഗ്ലോബൽ സ്കോപ്പ് എന്താണ്? ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓൾ അതർ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസിനും പുറമേ ആയിട്ടായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കുക, ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ആക്സസിബിൾ ബൈ ഓൾ ദി ഫങ്ഷൻസ് ഇൻ ദി പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ ഏത് ഫങ്ഷൻസിന് വേണമെങ്കിലും ഈ ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. നെക്സ്റ്റ് വരുന്നത് റിക്കേഴ്സീവ് ഫങ്ഷൻസ്. റിക്കേഴ്സീവ് ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷനൊക്കെ ചോദിക്കാറുള്ളതാണ്, എക്സാമ്പിൾ പ്രോഗ്രാമൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ റിക്കേഴ്സീവ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഫങ്ഷൻ അതിനെ നമ്മൾ കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത് അല്ലേ, അത് നമുക്കറിയാം. അതായത് ഒരു ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫങ്ഷനെ തന്നെ വിളിക്കാം. ഒരു ഫങ്ഷൻ അതിനെ തന്നെ വിളിക്കുക, അതിനെ തന്നെ കോൾ ചെയ്യുക, അതിനെയാണ് റിക്കേഴ്സീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ദ പ്രോസസ് ഓഫ് കോളിംഗ് എ ഫങ്ഷൻ ബൈ ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് റിക്കേർഷൻ ആൻഡ് ദ ഫങ്ഷൻ ഈസ് നോൺ ആസ് റിക്കേഴ്സീവ് ഫങ്ഷൻ അല്ലേ. അതായത് ഒരു ഫങ്ഷൻ ആ ഫങ്ഷനെ തന്നെ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്കേർഷൻ, ആ ഫങ്ഷനെ പറയുന്ന പേരാണ് റിക്കേഴ്സീവ് ഫങ്ഷൻ. ഇവിടെ എൻ്റെ സിൻടാക്സ് ജസ്റ്റ് ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഇൻറ്റ് ഫങ്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇൻറ്റ് n ഈക്വൽ ടു ഫങ്ഷൻ 1. അപ്പോൾ എന്താ ചെയ്തത്, ഫങ്ഷൻ 1 എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഉള്ളിൽ വീണ്ടും n ഈക്വൽ ടു ഫങ്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ ഫങ്ഷൻ വർക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫങ്ഷൻ കോളിങ് കണ്ട് വീണ്ടും അതേ ഫങ്ഷൻ തന്നെ വർക്ക് ചെയ്യും. ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാണ് ടു ഡിസ്പ്ലേ ദ ബൈനറി ഈക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ. അതായത് ഒരു ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ ഡിസ്പ്ലേ ചെയ്യുക. ബൈനറി നമ്പർ എന്ന് വെച്ചാൽ എന്താ, 1ഉം 0ഉം മാത്രമുള്ള കോഡില്ലേ, അതിനെയാണ് ബൈനറി നമ്പർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമുക്ക് തരണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. അത് തന്നെ ഹെഡേഴ്സ് എഴുതി ഹാഷ് ഇൻക്ലൂഡ് ഐ യൂസ് സ്ട്രീം യൂസിങ് നെയിംസ്പേസ് std വോയിഡ് ബൈനറി ഓഫ് ഇൻറ്റ്. അതെന്താ, പ്രോട്ടോടൈപ്പാണ്. ഒരു ഫംഗ്ഷൻ അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു ഇൻറ്റ് മെയിൻ. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡെസിമൽ, അതായത് നമുക്ക് എൻ്റർ ചെയ്യണ്ടേ, ഒരു ഡെസിമൽ നമ്പർ എൻ്റർ ചെയ്യണം, അതിൻ്റെ ബൈനറി കാണുന്നു അല്ലേ. അപ്പോൾ ഒരു ഡെസിമലിന് വേണ്ടിയിട്ട് ഡെസിമൽ ഒരു വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇൻറ്റ് ഡെസിമൽ. എന്നിട്ടൊരു മെസ്സേജ് വയ്ക്കുകയാണ് എൻ്റർ ഇൻ ഇൻറ്റീജർ നമ്പർ. ഒരു ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സീൻ വരെ നമ്മൾ എന്ത് ചെയ്തു, ഡെസിമൽ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ഒരു ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ബൈനറി ഈക്വാലൻ്റ് ഓഫ് ഡെസിമൽ ഈസ്, അതായത് ഈ നമ്മൾ എൻ്റർ ചെയ്ത ഡെസിമലിൻ്റെ ബൈനറി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത്, ബൈനറി ഓഫ് ഡെസിമൽ എന്ന് പറഞ്ഞു. അതായത് ബൈനറി എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിലേക്ക് ഡെസിമൽ എന്ന് പറയുന്ന വാരിയബിളിനെയും വിട്ടു. അപ്പോൾ ഇങ്ങോട്ട് വരും, താഴെ ബൈനറി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ വന്നു വോയിഡ് ബൈനറി ഓഫ് ഇൻറ്റ് n. അപ്പോൾ n എന്ത് ചെയ്തു, ആ ഡെസിമൽ എന്ന് പറയുന്ന വാരിയബിളിനെ അതിലുള്ള വാല്യൂവിനെ മേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇഫ് n ഗ്രേറ്റർ ദാൻ 1 അല്ലേ,
നമ്മൾ കൊടുത്ത ഡെസിമൽ 1 വലുതാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ബൈനറി ഓഫ് n/2 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബൈനറി ഓഫ് n/2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ഒരു ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി എങ്ങനെ കണ്ടുപിടിക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ നോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആ റിമൈൻഡർ മൊത്തം നമ്മൾ എഴുതും അല്ലേ, അങ്ങനെയാണ് ബൈനറി കാണുക. അപ്പോൾ ബൈനറി ഓഫ് n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത നമ്പറിൻ്റെ ഡിവൈഡഡ് ബൈ 2 അത് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അതിനെ വീണ്ടും ബൈനറി റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, വീണ്ടും അതേ ഫംഗ്ഷൻ ബൈനറിയിലേക്ക് തന്നെ അത് പോകും. എന്നിട്ട് ആ by2 ചെയ്തിട്ടുള്ള വാരിയബിളിനെ മേടിക്കും. എന്നിട്ട് അത് n>1 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ വീണ്ടും ബൈനറി ഓഫ് n/2 എന്ന് വിളിച്ചു. അപ്പോൾ വീണ്ടും ആ നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്തു അതിൻ്റെ ഇത് കിട്ടാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും n-ലേക്ക് പോയി. എന്നിട്ട് വീണ്ടും അതായത് നമ്മൾ ഡെസിമൽ ബൈനറി കൺവേർഷനിൽ അടിയിൽ 0 വരുന്നത് വരെ അല്ലേ നമ്മൾ ബൈനറി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, സി ഔട്ടിൽ n/2 പ്രിൻറ്റ് ചെയ്താൽ മതി. n/2 പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ബൈനറി വരും. ഇത് ഡിവൈഡ് ചെയ്ത് ഓരോ അതിൻ്റെ റിമൈൻഡേഴ്സിനെയും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനറി എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, എൻ്റർ ആൻ ഇൻറ്റീജർ നമ്പർ 19. ബൈനറി ഈക്വലൻ്റ് ഓഫ് 19 ഈസ് 10011. ഇതെങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം. അതായത് ബൈനറി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ റിക്കേർഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 19 ആണ്. 19ൻ്റെ ബൈനറി ഈ ഒരു ഫംഗ്ഷനിൽ എങ്ങനെ വർക്ക് ചെയ്യണു എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ കോഡ് അതായത് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ നമ്പർ ഇപ്പോൾ 19 ആണ് കൊടുത്തെങ്കിൽ 19ൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം 19 ഡിവൈഡഡ് ബൈ 2 ചെയ്യും അല്ലേ. ആദ്യം നോക്കുന്നത് 19>1 ആണോ നോക്കും. അപ്പോൾ 19/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 9 വരും, റിമൈൻഡർ 1 വരും. ഇനി വീണ്ടും കോൾ ചെയ്യുമ്പോൾ n എന്താവും, 9 ആവും അല്ലേ. അപ്പോൾ 9/2 ചെയ്യും, അപ്പോൾ നമുക്ക് 4 കിട്ടും, റിമൈൻഡർ 1 തന്നെയാവും. അപ്പോൾ ഇനി n 4 ആയി, 4>1 ആണ്. അപ്പോൾ 4/2 ചെയ്യും, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 വരും, റിമൈൻഡർ അവിടെ 0 ആയിരിക്കും. പിന്നെ നമ്മുടെ n 2 ആയി, 2>1 ആണ്. അപ്പോൾ 2/2 ചെയ്യും, അപ്പോൾ എത്ര വരും, 1 വരും, നമ്മുടെ റിമൈൻഡർ 0 ആയിരിക്കും. ഇപ്പം n 1 ആണ്. അപ്പോൾ 1>1 എന്താണ്, 1 ഇനിയും ചെയ്യും അല്ലേ. 1/2 ചെയ്യുക, അപ്പോൾ നമുക്ക് 0 വരും, റിമൈൻഡർ വരുന്നത് 1 ആയിരിക്കും. ഇനി നമ്മളത് താഴെ നിന്ന് മുകളിലേക്ക് എഴുതുമ്പോൾ എന്താ വരിക, 1 0 0 1 1. ഇതാണ് 19ൻ്റെ ഈക്വലൻ്റ് ബൈനറി അവിടെ കണ്ടുപിടിക്കുന്നത്.